അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അൻവർ മഖ്ദൂമിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കിണർ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കിണറായ ബിയർ ഗർസാണ്. ബിഅരി, എൻ്റെ കിണർ എന്നാണ് ഈ കിണറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലും മദീനയുടെ ചരിത്രത്തിലുമൊക്കെ മഹത്തായ സ്ഥാനമുള്ള ഒരു കിണർ കൂടിയാണിത്. അൻസാരികളിൽ പ്രമുഖനായിരുന്ന സ്വഹാബി വര്യൻ സഅദ് ഇബ്നു ഹൈത്തമ റളിയല്ലാഹു അൻഹുവിൻ്റേതായിരുന്നു ഈ കിണർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു വസിയത്ത് പോലെ പറഞ്ഞു എന്നാണ്: യാ അലി ഇദാ അനമിത്തു ഫഅസ്ൽനി മിൻ ബഅരി ബിയർ ഗർസ് ഔ കമാ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വഫാത്തായാൽ എൻ്റെ ജനാസ ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് കുളിപ്പിക്കണമെന്നുള്ളതായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന കിണറ്റിലേക്ക് അടങ്ങാറുള്ള പടവുകളാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വെള്ളമെടുത്തിരുന്നത് ഈ ഒരു കിണറ്റിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ട് ഒലുവ ചെയ്തിട്ടുണ്ട്. ഇതിലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. തൻ്റെ ഷറഫാക്കപ്പെട്ട ഉമിനീര് കലർന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈ കിണറിൻ്റെ അടുക്കിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു: ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടിരുന്നു, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു കിണറിൻ്റെ വക്കിലിരിക്കുന്നതായിട്ട്. അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു കിണർ എന്ന് പറയപ്പെടുന്നത് ഈ ഒരു കിണർ ബിയർ ഗർസ്, ബെരി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ബിയർ ഗർസാണെന്നുള്ളതാണ്. ഇന്ന് മദീന ഭരണകൂടം ഇവിടുത്തെ വെള്ളം ഒരു ബർക്കത്തിൽ എന്ന പോലെ തന്നെ അവിടെ തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് കൗണ്ടർ വെച്ച് കുപ്പിയുമായി പോകുന്നവർക്ക് അവിടെ നിന്ന് വെള്ളം നൽകുന്നുമുണ്ട്. ഈ ബിയർ ഗർസിൻ്റെ ഒരു ചരിത്രം, ഒരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മദീനയിലെ ഭരണകൂടം വളരെ സുന്ദരമായ രൂപത്തിൽ തന്നെ ഈ ഒരു കിണർ ഇന്ന് സംരക്ഷിച്ചു പോരുന്നുണ്ട്. തീർത്ഥാടകർക്ക് അസറിന് ശേഷം അവിടെ സന്ദർശിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സമയത്ത് അടച്ചിട്ടിരിക്കുകയാണ്, ചില സമയത്ത് തുറക്കാറുണ്ട്. ആ പള്ളിയുടെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ബിയർ ഗർസ് അടക്കം മദീനയിലെ ചരിത്ര സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബിജാഹി നബിക്ക് മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.